ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. തിരൂർ വളാഞ്ചേരി റൂട്ടിൽ ബുധനാഴ്ച രാവിലെ മുതൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയത് യാത്രക്കാരെ വലച്ചു. ബസ്സിൽ വെച്ച് വിദ്യാർത്ഥിനിക്കെതിരെ അപമര്യാദയായി പെരുമാറിയ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചെന്ന പേരിൽ സ്വകാര്യ ബസ് ജീവനക്കാർക്കെതിരെ കേസെടുത്തതിനെ തുടർന്നാണ് മിന്നൽ പണിമുടക്ക് നടന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ തിരൂരിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന മലാല ബസ്സിലാണ് സംഭവം. കാവുംപുറത്തെ കോളേജിൽ പഠിക്കുന്ന കുറുകത്താണി സ്വദേശിനിയായ വിദ്യാർത്ഥിനിയാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി പരാതി നൽകിയത്. കോളേജിലേക്കുള്ള യാത്രാമധ്യേ പുത്തനത്താണിയിൽ നിന്നും ബസ്സിൽ കയറിയ ആൾ പെൺകുട്ടിയെ കയറി പിടിച്ചെന്ന പരാതിയിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്തു. ബസ് ജീവനക്കാരെ വിവരമറിയിച്ചിട്ടും യാത്രക്കാരനെ പോലീസിൽ ഏൽപ്പിക്കാൻ ബസ് ജീവനക്കാർ തയ്യാറായിട്ടില്ലെന്നും പരാതിയിൽ പറയുന്നു. തുടർന്ന് പോലീസ് ബസ് കസ്റ്റഡിയിലെടുത്തു. ഇതിനെ തുടർന്നാണ് ബസ് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വളാഞ്ചേരി തിരൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് സമരം ചെയ്തത്. ബുധനാഴ്ച രാവിലെ മുതൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയത് യാത്രക്കാരെ വലച്ചു. അറിഞ്ഞിരുന്നോ ബസ് സമരം? ബുദ്ധിമുട്ടായോ? അപ്പോൾ ബുദ്ധിമുട്ടായോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സമരം പെട്ടെന്നുള്ളത്? എവിടേക്ക് പോകാൻ നിൽക്കുക? തിരൂര്. സംഭവത്തെക്കുറിച്ചുള്ള പോലീസ് ഭാഷ്യം ഇപ്രകാരമാണ്. കടുങ്ങാത്തുകുണ്ടിൽ നിന്ന് ബസ്സിൽ കയറിയ പെൺകുട്ടിക്ക് നേരെ പുത്തനത്താണിയിൽ നിന്നും കയറിയ ഒരാൾ ലൈംഗികാതിക്രമം നടത്തി. പെൺകുട്ടി പരാതിപ്പെട്ടതോടെ ചോദ്യം ചെയ്തപ്പോൾ ബാഗ് ദേഹത്ത് തട്ടിയതാണെന്നും മാപ്പ് പറഞ്ഞെന്നും ആരോപണ വിധേയൻ പറഞ്ഞു. ഇതേ തുടർന്ന് ഇയാളെ മാറ്റിയിരുത്തുകയും ചെയ്തു. തുടർന്ന് കാവുംപുറത്ത് ബസ് ഇറങ്ങേണ്ട പെൺകുട്ടി പോലീസിൽ പരാതി നൽകുന്നതിനായി വളാഞ്ചേരി വരെ യാത്ര ചെയ്തെങ്കിലും വളാഞ്ചേരിയിലെത്തിയപ്പോൾ ആരോപണ വിധേയൻ കാവുംപുറത്ത് ഇറങ്ങിയതായി ബസ് ജീവനക്കാർ അറിയിക്കുകയും തങ്ങൾക്ക് സമയമില്ലെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ സ്റ്റാൻഡിൽ ഇറക്കിവിട്ടു പോയെന്നുമാണ് പരാതി. ശേഷം ക്ലാസ്സിലെത്തിയ പെൺകുട്ടി സങ്കടപ്പെട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ വിവരം തിരക്കുകയും സംഭവം വീട്ടുകാരെ അറിയിക്കുകയുമായിരുന്നു. പിന്നീട് വീട്ടുകാർ ഇടപെട്ടാണ് പരാതി നൽകിയത്. അതേസമയം ബസ്സിൽ വെച്ച് പരാതി ഉള്ളതായി പെൺകുട്ടി പറഞ്ഞില്ലെന്നും അതുകൊണ്ടാണ് കേസുമായി മുന്നോട്ട് പോകാതിരുന്നതെന്നുമാണ് ബസ് ജീവനക്കാരുടെ വാദം. പിടിച്ചെടുത്ത ബസ് വിട്ടുകിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം വളാഞ്ചേരിയിൽ നിന്ന് ഒരു ബസ്സും തിരൂർ വളാഞ്ചേരി റൂട്ടിൽ സർവീസ് നടത്തില്ലെന്നും ബസ് ജീവനക്കാർ അറിയിച്ചു. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.